വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ റീഡിംഗ്. നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി എന്ത് ഡിസിഷൻ ആണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം ഇവരുടെ കറണ്ട് എനർജി റീഡ് ചെയ്യും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് പറയും. അതിനുശേഷം ഇവരെന്താണ് തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. Four of Swords, Queen of Cups, King of Wands, Four of Wands, Star, Justice, King of Swords, Three of Wands, Ten of Wands, Page of Cups, Lovers, Five of Cups, Page of Swords, Queen of Cups, World, Bottom of the Deck, The Tower ആണ് വന്നിരിക്കുന്നത്. പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലോട്ട് പോകാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ ഇതിലെനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ഈ പേഴ്സൺ ഫെമിനൈൻ എനർജിയിലേക്ക് മാറി വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. മുന്നേ ഇവർ മാസ്കുലൈൻ ആയിരിക്കാം, ആ എനർജി ആയിരിക്കാം ഇവരിൽ കൂടുതലുള്ളത്. അപ്പോൾ ഇപ്പം അത് മാറി ഒരു ഇമോഷണലായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മേ ബി ഇത് ഒരു ന്യൂ മൂണിൻ്റെ ഇഫക്റ്റ് ആയിരിക്കാം. ഇന്ന് ന്യൂ മൂൺ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് ആയിരിക്കാം ഇവരുടെ ഒരു ചേഞ്ച് എനർജിയിൽ വന്നിരിക്കുന്ന ഷിഫ്റ്റിന് കാരണം. ഇവിടെ ടവറാണ് ബോട്ടം ഓഫ് ദ ഡെക്കും വന്നിരിക്കുന്നത്. അതും ഒരു ഷിഫ്റ്റിനെ കാണിക്കുന്നതാണ്. ഇവർക്ക് വന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷനാണ്. അതായത് മാസ്കുലൈനിൽ നിന്ന് ഫെമിനൈനിലോട്ടേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇവരാകെ തളർന്ന് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മുന്നേ ഭയങ്കര പിടിവാശിയും ഈഗോയിസ്റ്റിക്, ഭയങ്കരമായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കുക, എല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെ നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ. ഒരു തരത്തിലും നിങ്ങൾക്ക് മുന്നിലോ മറ്റുള്ളവർക്ക് മുന്നിലോ ഒരു കാര്യവും വിട്ടുകൊടുക്കാത്ത ഒരാളായിരിക്കാം. പിന്നെ ഉള്ളിലുള്ള ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കാതെ ഒരു ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ എനർജിയൊക്കെ മാറി ഇവർ ഇമോഷണൽ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇവർക്ക് ഇവരുടെ ഇമോഷൻസിനെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അത്രയും ഇവരുടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന അവസ്ഥ. കാരണം ഇവർ തളർന്നു പോയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവർക്ക് കൂടുതൽ എനിക്ക് കാണാൻ പറ്റുന്നത് കുറ്റബോധമാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് തന്നില്ല എന്നുള്ള കുറ്റബോധമാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ കുറ്റബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു തളർച്ച ഇവരിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മറ്റൊന്നിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരിതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ റീഡ് ചെയ്തത് ഇവരുടെ കറണ്ട് സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ നോക്കുക. ആവുന്നുണ്ടെങ്കിൽ ബാക്കി റീഡിങ് കാണാം. ഇവർ മുന്നേ ഫ്ലേട്ടിംഗ് എനർജിയിലുള്ള ആളായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അതാണ് സ്റ്റാറും പേജ് ഓഫ് കപ്സൊക്കെ ഫ്ലേട്ടിംഗ് എനർജീനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ട്രൂത്ത് എന്താണെന്നുള്ളത് ഏകദേശം ക്ലാരിറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കാരണം നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇവർക്കിപ്പം ഭയങ്കര കുറ്റബോധത്തിലുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയായിരിക്കാം നിങ്ങളിൽ നിന്നും അകന്നു പോയത്. നിങ്ങൾ ഒരുപാട് തവണ കോംപ്രമൈസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടാവാം. ഇവരുടെ കാല് പിടിക്കുന്ന പോലെയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇവരോട് ബെഗ് ചെയ്തിട്ടുണ്ടാവാം സ്നേഹത്തിന് വേണ്ടി. പക്ഷെ അന്നൊന്നും ഇവരത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾ എത്രത്തോളം അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഈ വ്യക്തി അവോയ്ഡ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്.
അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടത്ര പ്രയോറിറ്റി തന്നില്ല, നിങ്ങൾക്കുള്ള റെസ്പെക്റ്റ് തന്നില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കുറ്റബോധമായിരുന്നു. നിങ്ങളെ ട്രീറ്റ് ചെയ്തത് അത്രയും മോശമായിട്ടായിരിക്കാം. അപ്പോൾ ഇവരെങ്ങനെയാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്തത് അതിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം അനുഭവപ്പെടുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കാം. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടാവാം, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ എനർജി കംപ്ലീറ്റ് മാറി ഇവർ വേറൊരു രീതിയിലായിരിക്കാം നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ അവരോട് ഒരുപാട് ബെഗ് ചെയ്തിരിക്കാം. ഇവരുടെ മാറ്റത്തിന് കാരണം എന്താണെന്ന് നിങ്ങൾ ചോദ്യം ചെയ്തിരിക്കുക. അപ്പോൾ അതിനൊന്നും ഇവർ വേണ്ട വിധത്തിൽ റെസ്പോൺസ് തന്നില്ല. നിങ്ങളെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കാം ട്രീറ്റ് ചെയ്തിട്ടുണ്ടായത്. അതിലൊക്കെ ഇവർക്ക് ഇപ്പം ഭയങ്കരമായിട്ടുള്ള കുറ്റബോധമാണ് കാണാൻ പറ്റുന്നത്. ആ കുറ്റബോധത്തിൽ മേ ബി ഇത് ന്യൂ മൂണിൻ്റെ ഇഫക്റ്റ് തന്നെ ആവാനാണ് ചാൻസ്. എനിക്ക് അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് വന്നിരിക്കുന്ന ഒരു ഷിഫ്റ്റായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ന്യൂ മൂണിൻ്റെ ഇഫക്റ്റ് ഇവരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവർക്ക് എല്ലാം ഓവർ ബേർഡൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഒന്നും ലൈഫിലെ ഒരു കാര്യത്തിൽ ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സിറ്റുവേഷൻ ഇവർക്ക് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇമോഷൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ഓവർ ബേർഡൻ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇമോഷണലി ഏതെങ്കിലും ഒരാളെടുക്കുക അല്ലെങ്കിൽ എന്തിനോടെങ്കിലും അറ്റാച്ച്മെൻറ്റ് വരുന്നതെന്ന് തോന്നുമ്പോൾ ഇവർ ഓൺ ദ സ്പോട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോൾ ഇവർക്ക് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്വയം ബോധ്യമുണ്ട്. ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് എവിടെയും ഇവർ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൽ നിൽക്കാത്തത്. അവർക്ക് ഓവർ ബേർഡനാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ബേർഡനായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇവർക്ക് നിങ്ങളെ മാരേജ് ചെയ്യണം, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ വ്യക്തി അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ ഇവരെടുത്ത തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവരുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന പീരീഡാണ്. ഓവറോൾ എനർജി തന്നെ ആ ട്രാൻസ്ഫോർമേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ എനർജിയിലും കാര്യമായ ഷിഫ്റ്റ് തന്നെ നടന്നിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവർ ഇത്രയും കാലം ഏത് എനർജിയിലാണോ ഉണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ഓപ്പോസിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ചെറിയൊരു വേരിയേഷൻ മാത്രമല്ല, വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിയാതെ ഇവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവരുടെ മനസ്സിൽ എന്താ സംഭവിക്കുന്നത്. കാരണം ഇമോഷൻസ് കൊണ്ട് അവർക്ക് അവിടെ ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഈ ന്യൂ മൂൺ ആകുമ്പോൾ ക്ലാരിറ്റി ഒന്നും വരില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം, ഒരു 3 ദിവസം കഴിയുമ്പോൾ മാത്രമാണ് ക്ലാരിറ്റി വരിക. ആ ഒരു ദിവസം വരെ ഇവരുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും കാണാനില്ല. പക്ഷെ എന്നാൽ പോലും ഇവർ ഒരിക്കലും തളരില്ല എന്നുള്ള രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആകെ തളർന്നിട്ടാണ് ഉള്ളതെന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. 4 ഓഫ് വാൻഡ്സും ലവേഴ്സും സ്റ്റാർസും ഒക്കെ കാണിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചൊരു പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ ഈ ബന്ധം റീകണക്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടോ ഒരു വരാൻ പറ്റാത്ത തരത്തിൽ ഇവരെന്തൊക്കെയോ ചെയ്ത് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒരിക്കലും നിങ്ങളോട് ഇനി അടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു ബ്ലോക്ക് ഇവരായിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഓവർ ബേർഡനാണ്. ഇവർക്ക് ഇപ്പം അതിൽ നല്ല കുറ്റബോധമുണ്ട്. മേ ബി തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഇവർ തന്നെ നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം അവരുള്ളത് കൊണ്ട് ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് പോയാലും ഇവർക്ക് നിങ്ങളെ റിജക്റ്റ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. അപ്പം അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഇവരായിട്ട് ആക്കി വെച്ചതുണ്ട്. അത് ഇവർക്കിപ്പം ഭയങ്കര ബേർഡനാണ്. ഇവർക്ക് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ കുറ്റബോധം തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇവരുടെ സിറ്റുവേഷൻ വെച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് ഇവിടെ കാണുന്നില്ല. പക്ഷെ നിങ്ങളോട് ഓവറായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റും ഇവർക്ക് ബേർഡനായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവർക്കത് താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ആ എനർജീൻ്റെ ഇൻറ്റൻസ്, നിങ്ങളോട് എത്രത്തോളം അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ എനർജി ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റഡ് ആയിരിക്കാൻ രണ്ടുപേരും. അപ്പോൾ ഇവർക്ക് നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ എനർജി ഇവരിലേക്ക് പോകുമ്പോൾ ഇവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. പക്ഷേ ആ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇവരെ റിജക്റ്റ് ചെയ്യുന്നുള്ളൊരു ഭയം ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവരായിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കാര്യം ബ്ലോക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ വ്യക്തി പ്രത്യേകിച്ച് ആക്ഷൻ എടുക്കാൻ നിൽക്കാത്തൊരു സാഹചര്യമാണ് കാണുന്നത്.
പിന്നെ ഇവിടെ ഇവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഈ സമയത്ത് വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ എനർജി അതിലൊന്നും ഫോക്കസ് ആവുന്നില്ല. കാരണം ഇവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഷിഫ്റ്റായിട്ടാണ് കാണിക്കുന്നത്. അതിവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളിലൊന്നും ഇവർക്ക് ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പഴയ ആ ഒരു എനർജി തന്നെയാണ് ഇവർ സ്റ്റക്കായിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്ക് ഇപ്പോഴത്തെ ഈ എനർജി ട്രാൻസ്ഫോർമേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ലൈഫിൽ എന്താണെന്നുള്ളത്. പിന്നെ നിങ്ങൾക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ, നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തോ ഒരു നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും അപ്പുറത്തുള്ള എന്തോ ഒരു കാര്യം സർപ്രൈസായി നിങ്ങൾക്ക് മുന്നിൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Four of Cups, Empress, Page of Cups, Nine of Swords, Page of Pentacles, Strength, Tower, Four of Swords, Five of Swords, Nine of Swords, Queen of Cups, Queen of Swords, Two of Wands, Eight of Pentacles, Three of Wands. Hierophant, King of Wands, Wheel of Fortune. Bottom of the deck, Page of Swords. പൈൽ നമ്പർ 2ൻ്റെ കാർഡാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ ഇത് എനിക്കിവിടെ മനസ്സിലാവുന്നത് രണ്ടുപേരും ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ടവറും 3 of Wandsഉം കാണിക്കുന്നത് അതാണ്. രണ്ടുപേർക്കും ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്, എന്നാൽ പോലും നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ബ്ലോക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അത് നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു പ്രോബ്ലം ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ ഇൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും കണക്ട് ചെയ്യണമെന്നുണ്ട്, രണ്ടുപേർക്കും അതിനെ ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവിടെ അതിനൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം സാഹചര്യം നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ലൈഫിലും എന്തൊക്കെയോ ട്രാൻസ്ഫോം ആവാനുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ രണ്ടുപേർക്കും ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് വരണം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോഴുള്ളത് കംപ്ലീറ്റ് മാറണം. അതാണ് ഇവിടെ സ്ട്രെങ്ത്തും ടവറൊക്കെ ഒരുമിച്ച് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരാനുണ്ട്. ഇപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നിനെയും അധികം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ബാഡ് സിറ്റുവേഷൻ വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു എനർജിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് വരാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ രണ്ട് പേർക്കും ആ ഒരു സ്ട്രെങ്ത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൽ രണ്ടാൾക്കും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. സൊസൈറ്റിയിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട്. മാരേജിന് ഇന്ന ക്വാളിറ്റീസൊക്കെ പാർട്ട്ണർക്ക് വേണം എന്ന് പറഞ്ഞ് സൊസൈറ്റി തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ച കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അതായത് റിലീജിയൻ മാറ്റമായിരിക്കാം,
മാറ്റായിരിക്കാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മാറ്റായിരിക്കാം. സൊസൈറ്റി നോക്കുമ്പോൾ മാച്ച് അല്ലാന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള എന്തൊക്കെയോ ഒരു കുറവുകൾ, അത് കുറവല്ല, സൊസൈറ്റീൻ്റെ കണ്ണിൽ അത് മാരേജിന് ഇല്ലാത്ത ക്വാളിറ്റിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഒരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് ഫേസ് ചെയ്യണമെങ്കിൽ രണ്ട് പേരും ഒരു സ്ട്രെങ്ത്തിൽ വരാനുണ്ട്. ഇപ്പോഴുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റിയൊക്കെ കംപ്ലീറ്റ് മാറ്റി നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ഒക്കെ കംപ്ലീറ്റ് മാറ്റണം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഇപ്പം നോ കോണ്ടാക്റ്റിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്കപ്പിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് പേരിലും ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്ത് ട്രാൻസ്ഫോർമേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് വരാനുണ്ട്. അതായത് നിങ്ങൾക്കിപ്പം ഒന്നിനെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കത് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അതിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു തളർച്ച അനുഭവപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, ആകെ ഒരു ഫിയർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് മാറി നിങ്ങളൊരു സ്ട്രെങ്ത്തിലോട്ട് വരാനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ. അപ്പോൾ ആ ഒബ്സ്റ്റക്കിൾസൊക്കെ തരണം ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ ടൈമായിട്ടാണ് ഈ സമയം വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് ആയിരിക്കും ഇനി ഈ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്ത് ഇതിലൊരു കമ്മിറ്റ്മെൻറ്റിലോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വരണം എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നായിരിക്കേണ്ടവരാണ്, മാരേജ് ചെയ്യേണ്ട കപ്പിൾസ് ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഭാവിയിൽ ആ ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ നിങ്ങൾക്കത് ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി രണ്ട് പേരുടെ എനർജിയിലും വരണം. അപ്പോൾ ആ ഒരു എനർജി ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള എനർജി റീഡ് ചെയ്തതാണ്. അപ്പോൾ ഈ വ്യക്തി എന്താണ് തീരുമാനം എടുത്തതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പൈലിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റ് പൈലിൽ ഒരു തീരുമാനം ഈ വ്യക്തിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ട്രാൻസ്ഫോർമേഷൻ ടൈം ആയതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനം ഇതിലെടുക്കാൻ പറ്റില്ല. ഇവർക്കൊരു സ്ട്രെങ്ത്ത് വരാനുണ്ട്. ആ സ്ട്രെങ്ത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഡിസിഷൻ എന്നുള്ളത് ഇവർക്ക് ഒരു ഇതിലോട്ടേക്ക് എത്താൻ പറ്റും, ഒരു കൺഫോർമേഷനിലോട്ടേക്ക് എത്താൻ പറ്റും. അത്ര വരെയും കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ അത്ര വരെയും കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പോലും ഇവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്കൊന്നും പോകാൻ പറ്റില്ല. അഥവാ പോയാൽ തന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഓൺ ദി സ്പോട്ട് അവിടുന്ന് തിരിച്ചു വരേണ്ടി വരും. അത് 1-2 ദിവസമോ അല്ലെങ്കിൽ 1-2 ആഴ്ചയോ അങ്ങനെയൊക്കെ നിലനിൽക്കും. അത് കഴിഞ്ഞ പാടെ തന്നെ അവിടെ നിന്ന് ബ്രേക്കപ്പായി പോകും. കാരണം ഈ വ്യക്തിക്ക് മറ്റെവിടെയും നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു കെയറോ സ്നേഹമോ ഒന്നും വേറെ എവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു തവണ ഇവർ നിങ്ങളുടെ അടുത്ത് നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ആ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഇനി മറ്റെവിടെയും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ മെമ്മറീസ് ഇവരുടെ ഉള്ളിലുള്ളിടത്തോളം കാലം ഇനി ഇവർക്ക് മറ്റെവിടെ പോയി കഴിഞ്ഞാലും ആ വ്യക്തിയിൽ നിന്നും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് കിട്ടുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇവരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ സമയം എത്ര തന്നെ നിങ്ങളിൽ നിന്ന് അകന്ന് നിന്ന് കഴിഞ്ഞാലും എത്ര തന്നെ തേർഡ് പാർട്ടീൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും ഇവർ ലാസ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. കാരണം ഒരു തവണ ആ ഒരു സ്നേഹം നിങ്ങളുടെ എനർജി ഇവർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഇവർക്ക് അതിൽ നിന്നും ഒരു വിട്ടു പോകാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കിങ് ഓഫ് വോൺസും ക്യൂൻ ഓഫ് കപ്സും കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോഴ്സ് നിങ്ങളുടെ എനർജിയാണ്, കിങ് ഓഫ് വോൺസും കിങ് ഓഫ് കപ്സും അവരുടെ എനർജിയാണ്. കാരണം അവർ രണ്ട് തരത്തിൽ നിൽക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അതായത് ഇമോഷണലായിട്ട് നിൽക്കുന്നുണ്ട്. കിങ് ഓഫ് വോൺസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ ഒരു ഫെമിനൈൻ മാസ്കുലൈൻ എനർജി മാറി മാറി വരുന്നുണ്ട്. അത് അവരുടെ രണ്ടും ഒന്നിലും ഇവർ സ്റ്റേ ആവുന്നില്ല, ഒന്നിലും ഇവരുടെ എനർജി സ്റ്റക്ക് ആവുന്നില്ല. രണ്ട് എനർജിയും മാറി മാറി വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളിപ്പോഴും വാശി പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയിൽ നിങ്ങൾക്കിടയിൽ എന്താണോ പ്രശ്നം ഉണ്ടായത്, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ അതിലൊക്കെ നിങ്ങളിപ്പോഴും സ്റ്റക്കായി അത് തന്നെ ഓർത്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ സ്റ്റക്കാണ്, അതിൽ പിടിവാശി പിടിച്ച് നിൽക്കുവാനെന്നാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ രണ്ട് പേരും ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. രണ്ട് പേരും ഇതിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. 9 ഓഫ് സോഴ്സൊക്കെ കാണിക്കുന്നത് അതാണ്. രണ്ട് പേർക്കും ഉണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും സെയിം സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്.
പിന്നെ ആദ്യമൊക്കെ ഇവരൊരു ഫ്ലേർട്ടിംഗ് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തത്, നിങ്ങളുടെ റിലേഷൻഷിപ്പും ആ ഒരു രീതിയിലായിരിക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വന്നത്. ആ സമയത്താണ് ഇവർ നിങ്ങളിൽ നിന്നും അകന്നു പോയതെന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. കാരണം ആദ്യം ഒരു ടൈം പാസ് പോലെ തുടങ്ങിയൊരു ബന്ധമായിരിക്കാം. ഇത് ഇത്രത്തോളം സീരിയസ് ആവുന്നോ, ഇത്രത്തോളം മനസ്സിൻ്റെ ഉള്ളിൽ അതിന് ഇഫക്റ്റ് ചെയ്യുമെന്നൊന്നും ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്കാണെങ്കിൽ എവിടെയും ഒരു കമ്മിറ്റ്മെൻറ്റിനൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവരിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് റിലേഷൻഷിപ്പിലോ ഒരു കമ്മിറ്റ്മെൻറ്റിനോ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇവർ അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കാരണം ഇവർക്ക് ഇതിൽ നിന്നും പൂർണ്ണമായിട്ട് അകന്നു പോകാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അടുത്ത് നിന്നും പോയിട്ടുണ്ടാവാം, പക്ഷേ ഒരിക്കലും എനർജി തമ്മിൽ പിരിയുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല. രണ്ടുപേരും എപ്പോഴും കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെയും സ്റ്റേ ചെയ്യാൻ പറ്റില്ല. മറ്റേത് റിലേഷൻഷിപ്പ് പോയാലും സ്റ്റേ ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും ഇവിടെ ഇവർ ഒരു തീരുമാനം എടുത്തില്ല. അവർ തീരുമാനം എടുക്കുമെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിയും. കാരണം ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ സമയം ഇവർക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരിലും സ്ട്രെങ്ത്ത് വരാനുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരും. ആ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രെങ്ത്ത് വേണം. ആ സ്ട്രെങ്ത്തിനുള്ള ഒരു പ്രിപ്പറേഷൻ ടൈമായിട്ടാണ് ഈ ടൈം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.